നമസ്കാരം. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഒരു കൊടുങ്കാറ്റടിച്ചു. സീനിയർ അഡ്വക്കേറ്റ് ഹരീഷ് സാൽവെയുടെ രൂപത്തിലായിരുന്നു അത്. പ്രസിഡന്റിനും ഗവർണർമാർക്കും പാർലമെന്റും അസംബ്ലികളും പാസാക്കുന്ന ബില്ലിന്മേൽ ഒപ്പിടുന്നതിന് 3 മാസത്തെ സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് കഴിഞ്ഞ ഏപ്രിൽ മാസം 8-ാം തീയതി സുപ്രീം കോടതിയുടെ ഒരു 2-അംഗ ബെഞ്ച് വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ തുടർന്നുണ്ടായ പ്രസിഡൻഷ്യൽ റെഫറൻസിന്മേൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരുപക്ഷെ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാദപ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ റെഫറൻസിൽ വാദം കേൾക്കുന്നത്. ആദ്യത്തെ 3 ദിവസങ്ങളിൽ ഭരണഘടനാ ബെഞ്ചിന്റെ നിലപാട് ഏകദേശം 2-അംഗ ബെഞ്ചിന്റെ വിധിയെ ശരിവയ്ക്കുന്ന രീതിയിൽ ഉള്ളതായിരുന്നു. എന്നാൽ 4-ാം ദിവസം രാവിലെ കഥയാകെ മാറി. ഒരു പുതിയ വാദമുഖം തുറക്കപ്പെട്ടു. അത് തുറന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ അഡ്വക്കേറ്റായ സീനിയർ അഡ്വക്കേറ്റ് ഹരീഷ് സാൽവെ ആയിരുന്നു. മുൻപ് ഒരു ഇന്ത്യൻ നാവികനായിരുന്ന കുൽഭൂഷൺ യാദവിനെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അവിടെ ട്രയൽ നടത്തിയതിനു ശേഷം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ആ കേസിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിരുന്നത് സീനിയർ അഡ്വക്കേറ്റായ ഹരീഷ് സാൽവെ ആയിരുന്നു. കുൽഭൂഷൺ യാദവ് കേസിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചതിന് അദ്ദേഹം വാങ്ങിയത് 1 രൂപ മാത്രം ആയിരുന്നു. അത് രാജ്യ താല്പര്യം മുൻനിർത്തി ആയിരുന്നു. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയതും സന്തോഷപ്പെടുത്തിയതും അതൊന്നുമായിരുന്നില്ല. കഴിഞ്ഞ മെയ് മാസം 20-ാം തീയതി ഞാൻ ഈ ചാനലിൽ പിഴച്ചതാർക്ക് എന്ന തമ്പനയിലോടുകൂടിയും ഭരണഘടനയെ പന്ത് തട്ടുന്നവരോട് എന്ന അടിക്കുറിപ്പോടുകൂടിയും ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഇതേ വിഷയത്തെ കുറിച്ചിട്ട് ആയിരുന്നു. കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ ആരും ഉയർത്താത്ത ഒരു പ്രധാനപ്പെട്ട നിയമവശമാണ് താൻ ഉയർത്താൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരീഷ് സാൽവെ സാർ തന്റെ വാദം ആരംഭിച്ചത്. ആ നിയമവശം എന്ന് പറയുന്നത് സന്ദർഭവശാൽ ഞാൻ എന്റെ വീഡിയോയിൽ ഉയർത്തിയ അതേ നിയമവശം ആയിരുന്നു. അതോടെ ചിത്രമാകെ മാറി. കോടതി അതുവരെ എടുത്തിരുന്ന നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞു. ഇനി നമുക്ക് ധൈര്യമായി പറയാൻ കഴിയും, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെയും ഗവർണർമാരുടെയും കൂടാതെ നമ്മുടെ എല്ലാമായ ഭരണഘടനയുടെയും അഭിമാനം സംരക്ഷിക്കപ്പെടും. അതിനൊരു കാരണക്കാരൻ സീനിയർ അഡ്വക്കേറ്റ് ഹരീഷ് സാൽവെയാണ്. ഇനി മേലാൽ രാഷ്ട്രീയക്കാർ സൗകര്യപൂർവ്വം പറയുന്നത് പോലെ ഗവർണർമാർ റബ്ബർ സ്റ്റാമ്പ് ആയിരിക്കില്ല. മറിച്ച് ഇനി സ്റ്റാലിനും പിണറായിക്കുമൊക്കെ ഗവർണർമാരുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്ന് ഏറാൻ മുളേണ്ടി വരും. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ വീഡിയോയിലെ ലീഗൽ പോയിന്റ് എന്തായിരുന്നു എന്നൊന്ന് കാണാം. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 361 വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. അതിന് പ്രകാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റോ സംസ്ഥാനങ്ങളുടെ ഗവർണർമാരോ അവരുടെ കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ട് എന്നുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോടതിയിലും ഹാജരായി തങ്ങളുടെ അഭിപ്രായമോ മറുപടികളോ ഒന്നും തന്നെ കൊടുക്കാൻ ബാധ്യസ്ഥരല്ല. ഗവർണർമാർക്കും പ്രസിഡന്റിനും കൊടുത്തിരിക്കുന്ന ഇമ്മ്യൂണിറ്റി പരിപൂർണമാണ്. അവർ തങ്ങളുടെ കൃത്യം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരോപണങ്ങൾ ഉള്ള പക്ഷം അവർ ഒരു കോടതിയോടും സമാധാനം പറയേണ്ട ആവശ്യം ഇല്ല. അവരുടെ പേരിൽ നോട്ടീസ് അയക്കാനോ ഉത്തരങ്ങൾ ആവശ്യപ്പെടാനോ ഒരു കോടതിക്കും അധികാരമില്ല. അത് സാധ്യമല്ല. ഭരണഘടനാപരമായി വളരെയേറെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു വിഷയമാണ് സംജാതമായിരിക്കുന്നത്. പറയാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റിന്റെ സൂചന മാത്രമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഈ തമിഴ്നാടിന്റെ കേസ് ടൈറ്റിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഗവർണർക്കെതിരെ ഒരു കേസ് കോടതിയിൽ കൊടുക്കാൻ സാധ്യം അല്ല എന്നിരിക്കെ എങ്ങനെയാണ് ഗവർണർക്കെതിരെ നൽകിയ ഈ ഹർജി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരു സംസ്ഥാനത്തെ ഭരണ തലവനെതിരെ തന്റെ മൗലികാവകാശം നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിനടിയിലുള്ള ഒരു സർക്കാർ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന വിചിത്രമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഇത്തരത്തിലുള്ള ഒരു കേസായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ മാസം 8-ാം തീയതിയിലുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ഈ തമിഴ്നാട് ഗവർണർക്ക് ബാധകമാണോ അല്ലയോ എന്നുള്ളതാണ് അടുത്ത പ്രധാനമായ മറ്റൊരു ചോദ്യം. നിയമം അങ്ങനെയാണെന്നിരിക്കെ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ തമിഴ്നാട് സർക്കാരിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചതെന്നും കോടതി ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് ഗവർണർക്ക് നോട്ടീസ് അയച്ചതെന്നും എനിക്കിതുവരെ വ്യക്തമായിട്ടില്ല. കോടതികൾക്ക് ഭരണഘടന വ്യാഖ്യാനിക്കാം എന്നല്ലാതെ അതിൽ ഭേദഗതി വരുത്താനുള്ള യാതൊരു അവകാശവും ഇല്ല. അതിനുള്ള അവകാശം പാർലമെന്റിൽ മാത്രം നിക്ഷിപ്തമാണ്. ഈ
ഹർജി നിയമപരമായി മെയിൻറ്റനബിളായ നിലനിൽക്കുന്ന ഒന്നാണോ അല്ലയോ എന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ്. അഥവാ സുപ്രീം കോടതി ഏപ്രിൽ മാസം 8-ാം തീയതിയിലെ ഉത്തരവിന് അനുകൂലമായ ഒരു മറുപടിയാണ് നൽകുന്നത് എങ്കിൽ ഈ സുപ്രീം കോടതിക്ക് തന്നെ ഭരണഘടന എന്താണെന്ന് അറിയില്ല എന്നൊരു അവസ്ഥ സംജാതമാകും. അവിടെയും നമ്മുടെ ഭരണഘടനയായിരിക്കും തോൽക്കുന്നത്. എന്തായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിഷയത്തിൽ ചെയ്യേണ്ടിയിരുന്നത്? തമിഴ്നാടിന്റെ ഹർജിയെ അഡ്മിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. നോൺ മെയിൻറ്റനബിൾ എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയണം ആയിരുന്നു. ഇത്രയധികം ഭരണഘടനാപരമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കേസ് ആയതിനാൽ അത് സ്വാഭാവികമായിട്ടും ഒരു 5-അംഗ ഭരണഘടനാ ബെഞ്ചിലേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമായിരുന്നു. 2-അംഗ ബെഞ്ച് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 361 വെളിച്ചത്തിൽ ഇന്ത്യൻ പ്രസിഡന്റോ ഗവർണർമാരോ അവരുടെ കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തിൽ ഒരു കോടതിയോടും മറുപടി പറയേണ്ട ബാധ്യത ഇല്ല എന്നും അത്തരം വിഷയങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കോടതിക്ക് അധികാരം ഇല്ല എന്നും അതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ കേസ് സുപ്രീം കോടതി ഫയലിൽ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്നും അത് തള്ളിക്കളയണം എന്നും ആയിരുന്നു. നമ്മുടെ ഭരണഘടനയിൽ പ്രസിഡന്റോ ഗവർണർമാരോ ഒരു ബില്ല് ഇത്ര ദിവസത്തിനകം ഒപ്പിട്ടിരിക്കണം എന്ന ഒരു നിബന്ധനയേ ഇല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമപരമായി നിലനിൽക്കാത്ത ഒരു ഹർജി തമിഴ്നാട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. സുപ്രീം കോടതി അത് സസന്തോഷം ഫയലിൽ സ്വീകരിച്ചു. അതിനുശേഷം സുപ്രീം കോടതി പറഞ്ഞു, ഈ പാർലമെന്റോ നിയമസഭകളോ പാസാക്കുന്ന ബില്ലുകളിൽ ഈ ഗവർണർമാരോ പ്രസിഡന്റോ 30 ദിവസത്തിനകം ഒപ്പിട്ടിരിക്കണം. അഥവാ ഒപ്പിട്ടില്ലെങ്കിൽ ആ ബില്ല് പാസ്സായതായി കണക്കാക്കപ്പെടും എന്നായിരുന്നു ആ വിധി. അതിനെ തുടർന്നാണ് നാം നേരത്തെ പറഞ്ഞ ഈ പ്രസിഡൻഷ്യൽ റെഫറൻസ് ഉണ്ടായത്. അപ്പോൾ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള വകുപ്പ് ഭരണഘടനയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ കോടതി ഇങ്ങനെ ഒരു വ്യവസ്ഥ വച്ചതിലൂടെ ഭരണഘടന ഭേദഗതി ചെയ്യപ്പെട്ടു. അങ്ങനെ ചെയ്യാൻ കോടതിക്ക് ഒരു അധികാരവും ഇല്ല. അതായത് അധികാരമില്ലാത്ത ഒരു ഭരണഘടനാ പരിഷ്കാരം കോടതി സ്വമേധയാ നടത്തി എന്നർത്ഥം. സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ചെയ്യാൻ കഴിയുന്നത് ഒരു റിവ്യൂ പെറ്റീഷൻ നൽകുക മാത്രമാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ അത്തരത്തിൽ ഒരു റിവ്യൂ പെറ്റീഷൻ നൽകിയില്ല. അതിനു പകരം ആർട്ടിക്കിൾ 143 വ്യവസ്ഥ ചെയ്ത പ്രകാരം ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസിലൂടെ 14 ചോദ്യങ്ങൾ സുപ്രീം കോടതിയോട് ചോദിക്കാനും അതിൽ സ്പഷ്ടീകരണം തേടാനും ആണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തത്. ഇനി നമുക്ക് സീനിയർ അഡ്വക്കേറ്റ് ഹരീഷ് സാൽവെ സാർ വാദിച്ചത് കാണാം. The second one, and this is a very important point to focus on in this case because this has not been focused on in another case. The language of 361. 361, my lord, which stands outside, and there are a number of immunity provisions, but over and above that, there is an immunity provision. The framers added 361. And if your lordships reads 361 with me for a minute, the words of 361 are, the president or the governor, please mark the words, shall not be answerable to any court for the exercise and performance of the powers and the duties of his office. Now, what is the meaning of the phrase answerable to any court? Well, this is not that he can't be your nominee made a party. It goes much beyond that. If your lordships accept our position of the existence of power to withhold consent, withhold assent, to ask a governor, why have you withheld assent, is not a question which can be answered by a secretary or by the record. It is making the governor answerable to the court for his exercise of his discretion. 361 will completely make judicial review of the governor's withholding of assent beyond the pale of judicial review, whether 226 or 32. Well, 32 has separate problems. Because either way, he's being made answerable to the court.
That's second important dimension of justiciability. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 361 വ്യവസ്ഥ ചെയ്യും പ്രകാരം തങ്ങളുടെ കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രസിഡന്റോ ഗവർണർമാരോ ഇന്ത്യയിലെ ഒരു കോടതിക്കും ഉത്തരം നൽകേണ്ട കാര്യം ഇല്ല. അവരോട് അത്തരം ചോദ്യങ്ങൾ ചോദിക്കാനും ഒരു കോടതിക്കും അധികാരമില്ല. അതിനാൽ തന്നെ രണ്ടംഗ ബെഞ്ചിന്റെ വിധി തമിഴ്നാട് ഗവർണർക്ക് ബാധകമേ അല്ല. കോടതി ആ കേസ് പരിഗണിക്കാനേ പാടില്ലായിരുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം വാദിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഈ റെഫറൻസ് വാദം കേൾക്കുന്നത്. അതിൽ സീനിയർ അഡ്വക്കേറ്റ് ഹരീഷ് സാൽവെ നടത്തിയ വാദം ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെടും. ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന ഫെഡറലിസം എന്താണെന്ന് അദ്ദേഹം വളരെ കാര്യമായി വാദിച്ചു, കോടതിയെ ബോധ്യപ്പെടുത്തി. കൂടാതെ ആർട്ടിക്കിൾ 220 അടിയിൽ ഗവർണർക്കുള്ള അധികാരങ്ങൾ എന്താണെന്നും അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹം വാദിച്ചതും കോടതി തത്വത്തിൽ അംഗീകരിച്ചതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഒരു ബില്ല് പാസാക്കി എന്ന് കരുതിയിട്ട് അത് അന്തിമം അല്ല. അതിനെ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് റദ്ദ് ചെയ്യാം. അങ്ങനെ റദ്ദ് ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് ഗവർണർ. അതായത് സെൻട്രൽ ഗവൺമെന്റ് അടിയിലും നിയന്ത്രണത്തിലും ആയിരിക്കണം എപ്പോഴും സംസ്ഥാന സർക്കാരുകൾ. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 220 ഒന്നുകിൽ ഗവർണർ അസന്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ വിത്ത് ഹോൾഡ് ചെയ്യാം. എത്ര നാളത്തേക്കെന്ന് പറയുന്നേ ഇല്ല. ഗവർണർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന മണി ബിൽ ഉൾപ്പെടെയുള്ള ഏത് ബില്ലും പിടിച്ചു വയ്ക്കാം, അംഗീകാരം നൽകാതെ ഇരിക്കാം. അത് നീണ്ടു പോവുകയാണെങ്കിൽ അസംബ്ലി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗവർണർ ഒപ്പിടാൻ പോകുന്നില്ല, ഈ ബില്ല് അസാധുവായി എന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്നാണ് ഹരീഷ് സാൽവെ സാർ കാര്യകാരണ സഹിതം വാദിച്ചത്. ആ നിമിഷം വരെ രണ്ടംഗ ബെഞ്ചിന്റെ വിധിയെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന 5 അംഗ ബെഞ്ച് അതോടെ മലക്കം മറിഞ്ഞു. അദ്ദേഹം പറയുന്നത് അനുസരണയുള്ള സ്കൂൾ കുട്ടികളെ പോലെ വളരെ ശ്രദ്ധയോടെ കേട്ട് പഠിച്ചു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിക്കുന്ന ഒരു ചോദ്യം പോലും ഈ 5 അംഗ ഭരണഘടനാ ബെഞ്ച് അദ്ദേഹത്തോട് ഉന്നയിച്ചില്ല. അഥവാ ഉന്നയിച്ച വിഷയങ്ങളിലൊക്കെ വളരെ കൃത്യമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അദ്ദേഹം പറഞ്ഞു, നാം ഒരിക്കലും കുതിരയുടെ മുന്നിലല്ല വണ്ടി കെട്ടേണ്ടത്, കുതിരയെയാണ് വണ്ടിയുടെ മുന്നിൽ കെട്ടേണ്ടത്. അങ്ങനെയാണ് നാം യാത്ര ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോടതി പറഞ്ഞിട്ടുള്ള മുൻകാല വിധികളൊന്നും തന്നെ ഉദ്ധരിക്കുന്നില്ല. മറിച്ച് ഞാൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഭരണഘടന വായിച്ച് മനസ്സിലാക്കേണ്ടത് എന്നാണ്. എനിക്ക് ആർട്ടിക്കിൾ 361 കുറിച്ചിട്ട് നേരത്തെ തന്നെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ കേരള സർക്കാർ ഈ ഗവർണർക്കെതിരെ കേസ് കൊടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സീനിയർ അഡ്വക്കേറ്റ് ആയിരുന്ന ഫാലി എസ് നരിമാനെ 50 ലക്ഷം രൂപ മുടക്കി സമീപിച്ചത്. ചോദിച്ച ചോദ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഈ നിയമോപദേശം ആയിരുന്നു ആവശ്യം. ഇതുപോലെ നമുക്ക് ഗവർണർക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ സാധിക്കുമോ? 50 ലക്ഷം രൂപയും വാങ്ങി പോക്കറ്റിലിട്ടുകൊണ്ട് ഫാലി എസ് നരിമാൻ പറഞ്ഞു, കൊടുക്കാം, നിങ്ങൾ മുന്നോട്ട് വയ്ക്കുള്ളൂ എന്ന്. അദ്ദേഹം ഉപദേശം മാത്രമേ കൊടുത്തുള്ളൂ. ആ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹാജരാക്കുന്നത് സീനിയർ അഡ്വക്കേറ്റായ KK വേണുഗോപാലിനെ ആണ്. അദ്ദേഹത്തിന് അവിടെ ഒന്നും തന്നെ വാദിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഒരു സത്യം ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 361 വളരെ വ്യക്തമായി എഴുതി വച്ചിരുന്നു എങ്കിലും ഏകദേശം 1.25 കോടി രൂപയെങ്കിലും ചിലവാക്കിയാണ് സംസ്ഥാന സർക്കാർ ഈ കേസ് നടത്തിയത്. ഫാലി എസ് നരിമാന്റെ ആ നിയമോപദേശമാണ് ഇപ്പോൾ ഹരീഷ് സാൽവെ പൊളിച്ചടുക്കിയത്. ഇനി റെഫറൻസിൽ 4 ദിവസം കൂടി വാദം ബാക്കിയുണ്ട്. അതിപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ 2 അംഗ ബെഞ്ചിന്റെ വിധിയെ അനുകൂലിക്കുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന വക്കീലന്മാർക്ക്, കപിൽ സിബൽ ഉൾപ്പെടെ ഉള്ള വക്കീലന്മാർക്ക് ഈ ഹരീഷ് സാൽവെ സാറിന്റെ വാദങ്ങളെ ഖണ്ഡിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും അവർ വെള്ളം കുടിക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഈ റെഫറൻസിന്റെ അവസാനം എന്ത് സംഭവിക്കും? നമുക്കറിയാം, പ്രസിഡന്റ് 14 ചോദ്യങ്ങളാണ് ഈ ക്ലാരിഫിക്കേഷന് വേണ്ടി സുപ്രീം കോടതിയോട് ഉന്നയിച്ചത്. അപ്പോൾ സുപ്രീം കോടതി ആദ്യമേ പറഞ്ഞു, ഞങ്ങൾ 14ാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകില്ല എന്ന്. എന്താണ് ആ ചോദ്യം? നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 131 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ, ഒരു തർക്കം ഉണ്ടായാലോ, അതല്ല കേന്ദ്ര സർക്കാരും മറ്റു ചില സ്റ്റേറ്റുകളും ഒരു ഭാഗത്തും എതിർഭാഗത്ത് വേറെ കുറെ സ്റ്റേറ്റുകളും തമ്മിൽ തർക്കം ഉണ്ടായാലോ, അതും കൂടാതെ തന്നെ ഏതെങ്കിലും സ്റ്റേറ്റുകൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടായാലോ, അത് മറ്റൊരു കോടതിക്കും
ആ വിഷയം പരിഗണിക്കാൻ കഴിയില്ല. ആ വിഷയം പരിഗണിക്കേണ്ടത് സുപ്രീം കോടതി ആയിരിക്കും. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ സുപ്രീം കോടതിക്ക് ക്വസ്റ്റ്യൻ ഓഫ് ലോയും ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട്സും ഒക്കെ തന്നെ പരിശോധിക്കാൻ സാധിക്കുന്നത് ആണ്. എന്നാൽ തമിഴ്നാടിന്റെ കേസിൽ തമിഴ്നാട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസിലെ രണ്ടാം എതിർകക്ഷി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ആയിരുന്നു. അപ്പോ ഈ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നതിന് പകരം അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആർട്ടിക്കിൾ 32 അടിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ക്ലാരിഫിക്കേഷൻ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തർക്കം വന്നിട്ട് കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് സർക്കാരും തമ്മിൽ ആണ്. അപ്പോൾ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നതിന് പകരം ആർട്ടിക്കിൾ 32 അടിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുകയും അതിന്മേൽ ഇതുപോലെ ഒരു വിധി വാങ്ങിച്ച നടപടി നിയമപരമായി നിലനിൽക്കുന്ന ഒന്നാണോ എന്നാണ്. എന്നാൽ സുപ്രീം കോടതി ഈ റെഫറൻസിൽ ആദ്യമേ പറഞ്ഞു ഞങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം നൽകില്ല. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒരു തർക്ക വിഷയത്തിൽ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ പോയി ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുകയായിരുന്നില്ല ഉണ്ടായത്. മറിച്ച് ആർട്ടിക്കിൾ 32 അടിയിൽ ഒരു റിട്ട് പെറ്റീഷനാണ് ഫയൽ ചെയ്തത്. അപ്പോൾ നാം വ്യക്തമായിട്ടും നിയമപരമായിട്ടും ആർട്ടിക്കിൾ 131 പരിശോധിക്കുകയാണ് എങ്കിൽ ആ നടപടി തെറ്റായിരുന്നു. അപ്പോൾ അതിന് നോ എന്ന് ഒരു ആൻസർ സുപ്രീം കോടതി അഥവാ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ചോദ്യത്തിനൊന്നും തന്നെ ഒരു മറുപടി കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഞങ്ങൾ അതിന് മറുപടി തരാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് ആ ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമായിരുന്നു എന്ന് അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി സുപ്രീം കോടതി എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ ഈ കേന്ദ്ര സർക്കാർ എന്തൊക്കെ മറുപടിയാണോ ആഗ്രഹിച്ചിരുന്നത് ആ മറുപടി തന്നെ സുപ്രീം കോടതിക്ക് നൽകേണ്ടി വരും. സ്റ്റേറ്റ് അസംബ്ലികൾ പാസാക്കുന്ന ബില്ലുകൾ അത് മണി ബില്ലായാൽ പോലും ഗവർണർക്ക് വേണമെങ്കിൽ ആർട്ടിക്കിൾ 220 പ്രകാരം അനന്തകാലം പിടിച്ചുവെക്കാം. അതോടെ അസംബ്ലി കരുതിക്കൊള്ളണം ഗവർണർ അതിൽ അംഗീകാരം തരത്തില്ല, ആ ബിൽ ചത്തു എന്ന്. കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി മേൽ ഏതെങ്കിലും സ്റ്റേറ്റ് സർക്കാരിന് ഏതെങ്കിലും ബില്ല് പാസാക്കി നിയമം ആക്കണം എന്നുണ്ടെങ്കിൽ അവർ പോയിട്ട് ഗവർണറുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരും. അഥവാ ഗവർണർ ഇത് അനന്തകാലത്തേക്ക് പിടിച്ചു വച്ചു കഴിഞ്ഞാൽ പോലും സംസ്ഥാന സർക്കാരുകൾക്ക് ഇനി ഒരു കോടതിയിലും പോകാൻ സാധിക്കില്ല. ഫാലിയസ് നെൽമാന് കൊടുത്ത 50 ലക്ഷവും ഇപ്പോൾ 1 കോടി രൂപ കൊടുത്തതാണ് KK വേണുഗോപാലിന്. അതൊക്കെ നമ്മുടെ നികുതി പണം ഒക്കെ വെള്ളത്തിൽ ഒലിച്ചുപോയി എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ പിണറായി വിജയനും സ്റ്റാലിനും മറ്റും ഇനി മേലാൽ ഗവർണർ പറയുന്ന സമയം പറയുന്ന സ്ഥലത്ത് പറയുന്ന വ്യവസ്ഥകളോട് കൂടി ചെന്ന് നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ ബില്ലുകൾ പാസ്സാകില്ല. അതോടെ യഥാർത്ഥ മുഖ്യമന്ത്രി ഇനി മേലാൽ ഗവർണർ ആകാനാണ് പോകുന്നത്. ഇനി ആർക്കും തന്നെ ഈ ഗവർണറെ ഒരു റബ്ബർ സ്റ്റാമ്പാണെന്ന് വിളിക്കാൻ ഉള്ള ധൈര്യം ഉണ്ടാകില്ല. ഗവർണർ ഇനി ഏത് ചിത്രവും എവിടെ വെച്ചും വിളക്ക് കത്തിച്ചാൽ അവിടെ വിളിച്ചാൽ മന്ത്രിമാർ പോയി നിൽക്കേണ്ടി വരും. അവിടെ പോയി യാതൊരു ഡയലോഗും അടിക്കാൻ സാധിക്കാതെ വരും. നാം പറയാറുണ്ട് ഗവർണറാണ് ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ എന്ന്. സംസ്ഥാനത്തിന്റെ എല്ലാ ഉത്തരവുകളും പുറപ്പെടുവിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ ആണ്. അതെ, ഇനി സംസ്ഥാനങ്ങളുടെ യഥാർത്ഥ ഭരണത്തലവന്മാർ അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ തന്നെയായിരിക്കും. ഡിഫാക്ടോ മാത്രം ആയിരിക്കില്ല, അവർ ഡിജൂറെ ഭരണത്തലവന്മാരും ആയിരിക്കും. ഒരുപക്ഷെ ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങളിൽ വരാൻ പോകുന്നത് വളരെ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. കാരണം സുപ്രീം കോടതി ഫോർമലി ഒരു വിശദീകരണം പ്രസിഡന്റിന് കൊടുക്കണം. അതിനുശേഷം മാത്രമേ ഈ ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിൽ വരുള്ളൂ. ഞാൻ ഈ വാദം നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് വരാൻ പോകുന്ന ഒരു അടുത്ത കൊടുങ്കാറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കഴിയുമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. കാരണം ഇതുപോലെയുള്ള വിഷയങ്ങളാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. വളരെ ആധികാരികമായിട്ട് ഞാൻ സംസാരിക്കും. നിങ്ങൾക്ക് ലീഗലായിട്ടുള്ള കറക്റ്റ് ഇൻഫർമേഷൻ ഞാൻ തരും. അതല്ലെങ്കിൽ എനിക്ക് അറിയാൻ പാടില്ല എന്ന് ഞാൻ പറയും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.